അപ്പോൾ ഇന്ന് ഞാൻ ബ്ലൗസിന്റെ ഡാർട്ട് മെഷർമെന്റ് എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് കാണിച്ചു തരാം. ഡാർട്ട് എന്ന് പറഞ്ഞാൽ ദേ ഇത് നമ്മുടെ ബ്രസ്റ്റ് പോയിന്റിന് താഴെ വരുന്ന ആ ഡാർട്ട് ഇല്ലേ, സെന്റർ ഡാർട്ട്. ബ്ലൗസിന്റെ ആ ഒരു മെയിൻ ഡാർട്ടാണ് ഈ സെന്റർ ഡാർട്ട് എന്ന് പറയുന്നത്. നമ്മൾ എങ്ങനെയാണ് അതിന്റെ കറക്റ്റ് മെഷർമെന്റ് എടുക്കണമെന്നുള്ളതാണ്. അതായത് നമ്മുടെ ബ്രസ്റ്റ് പോയിന്റിന് തൊട്ട് താഴെ വരുന്ന ആ അണ്ടർ ബ്രസ്റ്റിന്റെ ഒപ്പം തന്നെ വരുന്ന ആ ഡാർട്ടാണ് നമ്മുടെ ബ്ലൗസിന്റെ സെന്റർ ഡാർട്ട്. ആ ഡാർട്ട് എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് പലർക്കും അറിയില്ല. അതായത് 38 സൈസിന് 1.5 ഇഞ്ച് എടുക്കണം, 40 സൈസിന് 1.25 ഇഞ്ച് എടുക്കണം, അങ്ങനെ ഓരോരോ കാൽക്കുലേഷൻ ആയിരിക്കും. പക്ഷെ കറക്റ്റ് ആയിട്ട് ഓരോ സൈസിനും എത്രത്തോളം നമ്മൾ ആ ഡാർട്ട് കാൽക്കുലേറ്റ് ചെയ്യണം, എത്രത്തോളം നമ്മുടെ ഡാർട്ട് കറക്റ്റ് മെഷർമെന്റിൽ എങ്ങനെ എടുക്കാം എന്നുള്ളൊരു ഫോർമുല ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ചെസ്റ്റ് സൈസിനെ ബേസ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ 34 സൈസുള്ള ഒരു ബ്ലൗസിന്റെ സെന്റർ ഡാർട്ടാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അതായത് നമ്മളുടെ ചെസ്റ്റ് സൈസ് 34 ആണെങ്കിൽ നമ്മളുടെ വേസ്റ്റ് ബാൻഡിന്റെ അളവ് ഒരു 30 ആണെന്ന് ഇരിക്കട്ടെ. വേസ്റ്റ് വെച്ച് നമ്മുടെ അണ്ടർ ബ്രസ്റ്റിന്റെ താഴെയുള്ള നമ്മൾ ആ ബാൻഡ് വരില്ലേ, ബ്ലൗസിന്റെ ബാൻഡ് വരുന്ന ആ ഒരു വേസ്റ്റ് ബാൻഡ്, അതിന്റെ അളവാണ് ഈ പറഞ്ഞ 30. വേസ്റ്റ്, ചെസ്റ്റ്. അപ്പൊ നമ്മൾ നമ്മുടെ സെന്റർ ഡാർട്ട് കറക്റ്റ് ആയിട്ട് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് എന്താ ചെയ്യുക, ഈ 34 അതായത് നമ്മുടെ ചെസ്റ്റ് അളവിൽ നിന്ന് ഈ 30 നമ്മുടെ വേസ്റ്റ് അളവ് മൈനസ് ചെയ്യുക, കുറക്കുക. ഈ 34 30 മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നത്? 4 കിട്ടും അല്ലേ? അപ്പൊ നമ്മൾ ഇങ്ങനെ കിട്ടുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിന്റെ പകുതി എടുക്കും. അതായത് പകുതി എടുത്തിട്ട് നമ്മൾ ഡാർട്ട് മാർക്ക് ചെയ്യും. പക്ഷെ നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. ഇതിന്റെ പകുതി 2ആണ്, ഈ 4ന്റെ പകുതി 2ആണ് വരുന്നത്. നമ്മൾ ആ 2 അങ്ങനെ എടുക്കരുത്. ഈ 4ന് നമ്മൾ 4 കൊണ്ട് ഒന്ന് ഭാഗിക്കണം. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 1. നമ്മുടെ ഡാർട്ട് എന്ന് പറയുന്നത് ഇങ്ങനെയല്ലേ, നമ്മുടെ സെന്റർ ഡാർട്ട് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പൊ ഈ 1 നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഈ 1 നമ്മുടെ ഡാർട്ടിന്റെ മെഷർമെന്റ്. അപ്പൊ ഈ ഒരു സൈഡിലെ ഡാർട്ടിന്റെ മെഷർമെന്റ് ആണ് ഈ 1 എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഡാർട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഒരു സൈഡിലെ മെഷർമെന്റ് 1, അതുപോലെ തന്നെ ഈ ഒരു സൈഡിലും 1 എടുക്കുക. അപ്പൊ നമുക്ക് 2. അപ്പൊ 2 സൈഡിലും കൂട്ടി നമുക്ക് കറക്റ്റ് ആയിട്ട് 2 തന്നെ കിട്ടും. അതായത് ഈ 4ന്റെ പകുതി 2 തന്നെ കിട്ടും. അപ്പൊ നമ്മുടെ ഡാർട്ട് മെഷർമെന്റ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. അല്ലാതെ നമ്മൾ ഇതിന്റെ 4ന്റെ പകുതി എടുത്ത് ഇവിടെയും 2 ഇവിടെയും 2 കൊടുക്കരുത്. നമുക്ക് കറക്റ്റ് ആയിട്ട് നമ്മുടെ ബ്ലൗസിന്റെ ഫിറ്റിങ്സ് കിട്ടത്തില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് നമ്മുടെ ചെസ്റ്റിൽ നിന്ന് നമ്മുടെ വേസ്റ്റ് ബാൻഡിന്റെ അളവ് മൈനസ് ചെയ്തിട്ട് കിട്ടുന്ന ആ ഒരു തുകയെ വീണ്ടും 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് കിട്ടുന്ന ആ ഒരു തുകയുണ്ടല്ലോ, അതിന്റെ ആ ഒരു തുകയായിരിക്കും നമ്മുടെ ഒരു സൈഡിലെ ഡാർട്ട്. അതായത് ഈ സെന്റർ ഡാർട്ടിൽ ഒരു സൈഡിലെ ഡാർട്ട്. ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ടാണ് ഈ 34 സൈസ് കാണിച്ചത്. ഇതുപോലെ ഏത് സൈസ് ബ്ലൗസിനെ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ കണ്ടുപിടിക്കും. 36 സൈസിന്റെ ആണെങ്കിൽ 36 സൈസ് ചെസ്റ്റ് അളവിൽ നിന്ന് അവരുടെ വേസ്റ്റ് അളവ് എത്രയാണോ അത് കുറച്ചിട്ട് കിട്ടുന്ന എമൗണ്ടിന് 4 കൊണ്ട് ഭാഗിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സൈഡിലെ ഡാർട്ട് കിട്ടും. അതായത് ഞാനിപ്പോൾ കാണിച്ച പോലെ അതുപോലെ നിങ്ങൾക്ക് ഏത് അളവ് വേണമെങ്കിലും ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഡാർട്ട് മെഷർമെന്റ് കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ ഇതെന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചോദിച്ചോ, ഞാൻ കമന്റ് കാണുമ്പോൾ ഞാൻ അതിന്റെ റിപ്ലൈ ഇട്ടോളാവേ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോയിൽ ബ്ലൗസിന്റെ ഷോൾഡർ മെഷർമെന്റിനെ പറ്റി പറഞ്ഞുതരാം കേട്ടോ. ബ്ലൗസിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. അതായിട്ട് നമുക്ക് ബ്ലൗസ് കട്ടിങ് വീഡിയോസ് ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കല്ലേ.